ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും. ഇംഗ്ലീഷ് പരീക്ഷയിൽ 20-ലധികം മാർക്കിന് ഗ്രാമർ ചോദ്യങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇംഗ്ലീഷിൽ A+ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമറിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ മാക്സിമം മാർക്ക് ഗ്രാമറിന് വാങ്ങിയേ പറ്റൂ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ കുറച്ച് പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോകളിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാമർ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും ഇംഗ്ലീഷ് പരീക്ഷയിൽ ഗ്രാമറിന് മുഴുവൻ മാർക്കും വാങ്ങിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു 5-6 വീഡിയോകളിലായിട്ട് വൺ ഷോട്ട് ഗ്രാമർ ക്ലാസ്സുകളിലൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളുടെയും അടിപൊളി റിവിഷൻ ക്ലാസ്സുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും ഷുവർ ക്വസ്റ്റ്യൻസും സ്റ്റഡി പ്ലാനുകളും എല്ലാം ഈ ചാനലിലൂടെ നിരന്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതിനോടകം തന്നെ പല വീഡിയോകളും വന്നിട്ടുണ്ട്, ഇനിയും ലഭിച്ചുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ദി കോൺവേഴ്സേഷൻ എന്ന് പറയുന്ന ഗ്രാമർ പാർട്ടാണ്. 5 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് കംപ്ലീറ്റ് ദി കോൺവേഴ്സേഷൻ. അങ്ങനെ ഞാൻ പറയുമ്പോൾ അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. 2 പേര് തമ്മിലുള്ളൊരു കോൺവേഴ്സേഷൻ കൊടുക്കും. ആ കോൺവേഴ്സേഷനിൽ പല ഭാഗങ്ങളിലായിട്ട് കുറേ ബ്ലാങ്കുകൾ ഉണ്ടാവും. ആ ബ്ലാങ്ക് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ഈ 5 ബ്ലാങ്ക്, മിക്കപ്പോഴും 5 ബ്ലാങ്ക് അല്ലെങ്കിൽ 4 ബ്ലാങ്കാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇതോരോന്നും ഓരോ ടൈപ്പ് ഗ്രാമറാണ്. ഏതൊക്കെ ടൈപ്പ് ഗ്രാമർ ചോദ്യങ്ങളാണ് കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൽ വരാറുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. 1 ക്വസ്റ്റ്യൻ ടാഗാണ് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരാറുള്ളത്. 2 ഇഫ് ക്ലോസ് ആണ്. 3 ക്വസ്റ്റ്യൻ മേക്കിംഗ്, അതായത് WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ടാക്കുക, ഒരു ആൻസറിൽ നിന്ന് ഉണ്ടാക്കുക എന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് 3ാമതായിട്ട് വരാറുള്ളത്. മറ്റൊന്ന് ഹാർഡ് ബെറ്റർ ആണ്. ഈ 4 എണ്ണമാണ് ഏറ്റവും അധികം ആവർത്തി വരാറുള്ളത്. അതിന് പുറമെ വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ ടോപ്പിക്ക് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിലൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 5 ഗ്രാമർ ടോപ്പിക്കുകളാണ്. ഈ 5 ഗ്രാമർ ടോപ്പിക്കുകളും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൻ്റെ 5 മാർക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക്, അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഓരോ ഗ്രാമർ പാർട്ടിലേക്കും പോകാം. ഏറ്റവും ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിന്, അതായത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെയോ ഒക്കെ അവസാനം നമ്മൾ ചോദിക്കുന്ന ചെറു ചോദ്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവണമെങ്കിൽ മലയാളത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ട്, ഒരു വിദ്യാർത്ഥിയെ കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ്, ആ കുട്ടി നന്നായിട്ട് പഠിക്കും. നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുകയാണ്, ആ കുട്ടി നന്നായിട്ട് പഠിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ആ കുട്ടി നന്നായിട്ട് പഠിക്കും, ഇല്ലേ? ഇങ്ങനെ ഈ ഇല്ലേ, അല്ലേ, ആണോ, ഉണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടി തീരെ പഠിക്കില്ല, ഉണ്ടോ, അതായത് ആ കുട്ടി പഠിക്കില്ല എന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചില്ല, അങ്ങനെ അല്ലേ, ആണോ, ഉണ്ടോ, ഇല്ലേ, ഈ രീതിയിൽ ചോദിക്കുന്ന ചെറു ചോദ്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ, ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അത് കണ്ടെത്താൻ ചില മെത്തേഡുകളുണ്ട്. ഏറ്റവും ആദ്യം മറ്റൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൽ പല ടൈപ്പ് ഗ്രാമർ വരും. കുറേ ബ്ലാങ്കുകൾ അവിടെ ഇവിടെയായിട്ട് കൊടുത്ത് കാണും. അപ്പോൾ ഓരോന്നും ഓരോ ടൈപ്പ് ഗ്രാമറാണ്. ഇതിൽ ആദ്യം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചോദ്യം ഏതാണ്, ഇഫ് ക്ലോസിൻ്റെ ചോദ്യം ഏതാണ്, ക്വസ്റ്റ്യൻ മേക്കിംഗ് ഏതാണ് നമ്മൾ തിരിച്ചറിയണമല്ലോ. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചോദ്യമാണോ എന്ന് തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ്. ഒരു സെൻറ്റൻസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ ശേഷം, ഇങ്ങനെ ഒരു സെൻറ്റൻസ് കൊടുത്തു കഴിഞ്ഞ ശേഷം, ഹി ഈസ് ക്ലീനിങ് ദി ഹൗസ് എന്ന് കൊടുത്തു കഴിഞ്ഞ ശേഷം കോമയും, നോക്കൂ, കോമയും ബ്ലാങ്കും ക്വസ്റ്റ്യൻ മാർക്കും, കോമയും ബ്ലാങ്കും ക്വസ്റ്റ്യൻ മാർക്കും വന്നിട്ടുണ്ട് എങ്കിൽ അത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചോദ്യമായിരിക്കും. എന്തൊക്കെയാണ്? സെൻറ്റൻസ് കഴിഞ്ഞ് കോമയും ബ്ലാങ്കും ക്വസ്റ്റ്യൻ മാർക്കും, കോമയും ഡാഷും ക്വസ്റ്റ്യൻ മാർക്കും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചോദ്യമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. 4 സ്റ്റെപ്പുകൾ, വെറും 4 സ്റ്റെപ്പുകൾ മാത്രമാണ് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള എല്ലാ ഓക്സിലറി വെർബുകളും ഓർമ്മ വേണം. നിങ്ങളിൽ ഒരുപാട് പേർക്ക് അത് അറിയാമായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാനിപ്പോൾ പറയാം, നിങ്ങളൊന്ന് എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഇംഗ്ലീഷിലെ ഓക്സിലറി വെർബുകൾ ഏതൊക്കെ നോക്കാം. ആം, ഈസ്,
are, was, were, do, does, did, has, have, had, will, would, shall, should, can, could, may, might, must, need, dare, ought to, used to. ഇതാണ് ഇംഗ്ലീഷിലെ 24 ഓക്സിലറി വെർബുകൾ. ഈ ഓക്സിലറി വെർബുകൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഹി ഈസ് ക്ലീനിങ് ദി ഹൗസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 24 ഓക്സിലറി വെർബുകളിൽപ്പെട്ട ഈസ് ഈ സെന്റൻസിലുണ്ട് അല്ലേ? ആ ഈസ് എടുത്ത് ആദ്യം ഇങ്ങോട്ട് എഴുതുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് കണ്ടെത്തുക. ആ ഓക്സിലറി വെർബ് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക. സോ നമ്മൾ ഓക്സിലറി വെർബ് ഈസ് ആണ്, അതെടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി. ഹി ഈസ് ക്ലീനിങ് ദി ഹൗസ്, അതിൽ ഈസ് ആണ് ഓക്സിലറി വെർബ്, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പി ബാർ എൻ എന്ന് എഴുതി. പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ബാർ എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. നിങ്ങൾ കിട്ടിയ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എങ്ങനെയാണ് ഒരു സെന്റൻസ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് നോക്കേണ്ടത്? വളരെ സിമ്പിൾ ആണ്. അല്ല, ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്ന എല്ലാ സെന്റൻസുകളും നെഗറ്റീവാണ്. എൻ്റെ കയ്യിൽ ഒരു ചോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവും, എൻ്റെ കയ്യിൽ ചോക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവുമാണ്. നാളെ സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ സ്കൂളിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവും, നാളെ സ്കൂളിൽ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവുമാണ്. അപ്പോൾ അല്ല, ഇല്ല എന്നുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അല്ല, ഇല്ല എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷിലുള്ള വേർഡ്സ് അഥവാ ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണ് എന്നാണ് അടുത്തതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡ്സ് അഥവാ അല്ല, ഇല്ല എന്നൊക്കെ അർത്ഥം വരുന്ന ഇംഗ്ലീഷിലെ വേർഡ്സ് ഏതൊക്കെയെന്ന് നോക്കാം. നോ, നോട്ട്, never, barely, scarcely, seldom, hardly, few, little, none, neither. ഇതെല്ലാം ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇതിനെല്ലാം ഒരേ ഒരു മീനിങ്ങേ ഉള്ളൂ, അല്ല അല്ലെങ്കിൽ ഇല്ല. ഇതിൽ ഹാർഡ്ലി, ഫ്യൂ, ലിറ്റിൽ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. ഹാർഡ് എന്നുള്ള വാക്കിനാണ് കഠിനം എന്നർത്ഥം. ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ഫ്യൂ, ലിറ്റിൽ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുത് അല്ലെങ്കിൽ കുറച്ച് എന്നൊക്കെ ഇതിൻ്റെയൊക്കെ മീനിങ് എന്ന്. അത് എ ഫ്യൂ എ ലിറ്റിലാണ്. ജസ്റ്റ് ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ എന്ന് മാത്രമാണെങ്കിൽ അതും നെഗറ്റീവ് വേർഡ്സ് ആണ്. സോ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാമാണ് നെഗറ്റീവ് വേർഡ്സ്. ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് വേർഡ്സിൽപ്പെട്ട ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലുണ്ട് എങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ നെഗറ്റീവ് വേർഡ്സിലെ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്റൻസിലുണ്ടോ നോക്കണം. സോ നിങ്ങൾ ആദ്യം ഈ നെഗറ്റീവ് വേർഡ്സ് എല്ലാം പഠിച്ചു വെക്കണം. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾ കിട്ടിയ സെൻറ്റൻസിലുണ്ടോ എന്ന് നോക്കുക. നോക്കൂ, ഇവിടെ ഹി ഈസ് ക്ലീനിങ് ദി ഹൗസ്. ഇതിൽ എവിടെയും ഒരു നെഗറ്റീവ് വേർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഞാനിത് ജസ്റ്റ് നിങ്ങൾ നമ്മൾ സയൻസിലൊക്കെ എഴുതുന്ന പോലെ എഴുതിയതേ ഉള്ളൂ. ഇതെന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. കാരണം ഇതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. ഇനി ഹി ഈസ് ക്ലീനിങ് ദി ഹൗസിന് പകരം ഹി ഈസ് നോട്ട് ക്ലീനിങ് ദി ഹൗസ് എന്നായിരുന്നുവെങ്കിൽ ഈ സെൻറ്റൻസ് എന്തായാലേ? നെഗറ്റീവ് സെൻറ്റൻസ് ആയനെ. പക്ഷെ ഇവിടെ നോട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് നെഗറ്റീവും നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് പോസിറ്റീവുമായിരിക്കും. ശ്രദ്ധിക്കുക, ഈ കൊടുത്തിരിക്കുന്ന ഭാഗത്ത്, അതായത് ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണ് എങ്കിൽ, ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണ് എങ്കിൽ ഇവിടെ നെഗറ്റീവ് ആണ് വരിക, ടാഗ് നെഗറ്റീവ് ആണ് വരിക. അതേസമയം ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ് വരിക. മനസ്സിലായല്ലോ? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഹി ഈസ് ക്ലീനിങ് ദി ഹൗസ് പോസിറ്റീവ് അല്ലേ, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആണ്. ഇത് ഓർത്ത് വെക്കാൻ ഒരു ബാറ്ററി ടെക്നിക്ക് ഉണ്ട്. ഇതാ, നിങ്ങളൊരു ബാറ്ററി എടുക്കുക, ആ ബാറ്ററിയുടെ ഈ വശം പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ അല്ലേ? ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഒരു മൈനസിന്റെ മാർക്ക് ഉണ്ടാവില്ലേ? ഇതാ, ഇങ്ങനെ ബാറ്ററി വെച്ചാൽ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇങ്ങനെ ബാറ്ററി വെക്കുക, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇനി ആ ബാറ്ററി തിരിച്ചു വെച്ചാലോ, ബാറ്ററിയുടെ ഈ വശം പോസിറ്റീവ് ആയാൽ ഈ സൈഡ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് സെൻസിന്റെ ടാഗ് നെഗറ്റീവ്, നെഗറ്റീവ് സെൻസിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ടാഗ് നെഗറ്റീവ് ആക്കുക? ഞാൻ പറഞ്ഞു പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ നമ്മൾ ടാഗ് നെഗറ്റീവ് ആക്കുക? വളരെ എളുപ്പമാണ് മക്കളെ. ഏത് സെൻറ്റൻസും അല്ലെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കാൻ, ഏത് സെൻറ്റൻസും അല്ല, ടാഗ് നെഗറ്റീവ് ആക്കാൻ ഓക്സിലറി വെർബിനോട് കൂടെ നോട്ട് ചേർക്കുകയാണ് വേണ്ടത്. ഇപ്പം ഈസ് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഈസ് നോട്ട് ആക്കിയാൽ മതി, ക്യാൻ നെഗറ്റീവ് ആക്കണമെങ്കിൽ കനോട്ട് ആക്കിയാൽ മതി. പക്ഷേ നമ്മളത് ടാഗിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മളത് ടാഗിലേക്ക് എഴുതുമ്പോൾ ഈസ് നോട്ട് എഴുതാൻ പറ്റില്ല. അത് ചുരുക്കിയിട്ട്
ഈസിൻ്റെ എന്ന് എഴുതണം. കനോട്ട് എന്നുള്ളത് ചുരുക്കി കാണ്ട് എന്ന് എഴുതണം. സോ ടാഗിൽ നമ്മൾ എഴുതുമ്പോൾ നെഗറ്റീവ് ആക്കിയ ശേഷം അത് ചുരുക്കിയിട്ട് വേണം എഴുതാൻ. ഈസ് നോട്ടിന് പകരം നമ്മൾ എന്ത് എഴുതണം? ഈസിൻഡ് എന്ന് എഴുതണം. എന്ത് എഴുതണം? ഈസിൻഡ്. ഈസ് നോട്ടാണ് എഴുതേണ്ടത്, അത് ചുരുക്കിയിട്ട് നമ്മൾ ഈസിൻഡ് ആക്കി. ഇവിടെ കനോട്ട് ആണെങ്കിൽ ഇവിടെ കാണ്ട് എന്ന് ചുരുക്കി വേണം നമ്മൾ എഴുതാൻ. ഇനി നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ്, ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്ട് ഏതാണോ അതെടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ്. ഹി ഈസ് ക്ലീനിങ് ദി ഹൗസ്. ഇതിലെ സബ്ജക്ട് ഏതാണ്? ഹി ആണ് അല്ലേ? അതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഈസിൻഡ് ഹി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഹീക്ക് പകരം ഒരാളുടെ പേര് ഹരി എന്നാണ് കൊടുത്തത് എങ്കിൽ ഈസിൻഡ് ഹരി എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. ഈസിൻഡ് ഹരി എന്ന് എഴുതരുത്. ഹരി എന്നുള്ളത് ഒരു പുരുഷനാണല്ലോ, മെയിലാണല്ലോ. അപ്പൊ അതിന് പകരം ഹി, അവൻ നല്ല ഉപയോഗിക്കുക, അത് എഴുതുക, ഹി എന്ന് എഴുതുക. ഇനി ഹരിത എന്നാണെങ്കിൽ അതൊരു സ്ത്രീയാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം? സ്ത്രീ അല്ലേ, അവൾ എന്നർത്ഥം വരുന്ന ഷീ എന്ന് എഴുതണം. ഒന്നിലധികം പേരുണ്ടെങ്കിൽ നമ്മൾ ദേ എന്നും എഴുതണം. ഈ രീതിയിൽ പ്രോനൗണുകൾ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഈസിൻഡ് ഹി എന്ന് കിട്ടി. സോ 4 സ്റ്റെപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിച്ചിരിക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങൾ കിട്ടിയിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ കിട്ടിയ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവോ നെഗറ്റീവോ നോക്കാൻ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ നോക്കിയാൽ മതി. നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണ് ഞാൻ ഇതിനോടൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് പഠിച്ചു വെച്ചാൽ സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ്, പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് പോസിറ്റീവുമായിരിക്കും. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? സബ്ജക്റ്റ് എടുത്ത് എഴുതുക. ഹി എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ ഒരാളുടെ പേരാണെങ്കിൽ അയാൾ പുരുഷനാണെങ്കിൽ ഹിയും, സ്ത്രീ ആണെങ്കിൽ ഷീയും എഴുതുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി ക്വസ്റ്റ്യൻ ടാഗിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു. എങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്താവും അതുകൂടി നമ്മൾ നോക്കണമല്ലോ അല്ലേ? സോ നമ്മൾ നേരത്തെ എഴുതി അതേ സെന്റൻസ് ഒന്ന് മാറ്റി ചെയ്തിരിക്കുന്നു. ഹി ഈസ് നോട്ട് ക്ലീനിങ് ദ റൂം, സോറി ഹൗസ്. നേരത്തെ ഹീസ് ക്ലീൻ ദ ഹൗസ് ആണെങ്കിൽ ഇത് ഹീസ് നോട്ട് ക്ലീൻ ദ ഹൗസ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. ഇവിടെ സെന്റൻസ് നെഗറ്റീവ് അല്ലേ? കാരണം എന്താ? നോട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടില്ലേ? നോട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടില്ലേ? സോ സെന്റൻസ് നെഗറ്റീവ് അല്ലേ? അതെ, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നു. ഇനി സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും ചേർക്കണ്ട, ഈസ് അതേപോലെ ഇട്ടാൽ മതി. ഈ സ്റ്റെപ്പ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് ഓർക്കുക. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കാൻ നമ്മൾ നോട്ട് ചേർത്തു, ഇത് പോസിറ്റീവ് ആക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അതേപോലെ എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സബ്ജക്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുന്നു. ഈസ് ഹി, ഈസ് ഹി. ഓക്കെ, ഈസ് നോട്ട് ക്ലീനിങ് ദ റൂം ആണെങ്കിൽ ഈസ് ഹിയും, ഈസ് ക്ലീനിങ് ദ റൂം ആണ് ഈസിൻ്റെ ഹിയുമാണ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആദ്യത്തെ ഒരു നിയമാവലി അല്ലെങ്കിൽ റൂൾസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം ഓക്സിലറി വെർബ് കണ്ടെത്തണം. രണ്ടാമത്തെ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. മൂന്നാമതായിട്ട് പോസിറ്റീവ് സെൻസ് നെഗറ്റീവ് ടാഗും നെഗറ്റീവ് സെൻസിന് പോസിറ്റീവ് ടാഗും എടുക്കണം. നാലാമതായിട്ട് സബ്ജക്റ്റ് എടുത്തിട്ട് ഈ രീതിയിൽ ഇങ്ങോട്ട് എഴുതുകയും വേണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ നിയമത്തിൽ നിന്ന് ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ചോദ്യങ്ങളാണ്. കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ ഏകദേശം ഇതുപോലെയാണ്, എന്നാൽ കുറച്ച് മാറ്റങ്ങൾ, ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. അങ്ങനെയുള്ളൊരു 4 ടൈപ്പ് സെൻറ്റൻസുകൾ കൂടിയുണ്ട്. അതും കൂടി നമ്മൾ പഠിച്ചാൽ ക്വസ്റ്റ്യൻ ടാഗ് പൂർത്തിയായി കഴിഞ്ഞു. അതും കൂടി നമുക്കൊന്ന് നോക്കാം. സോ 4 സെന്റൻസുകൾ ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹി പ്ലേഡ് ഫുട്ബോൾ, പ്ലീസ് ഓപ്പൺ ദി ഡോർ, ഐ ആം പ്ലേയിങ്, ലെറ്റ്സ് ഗോ. ഈ 4 സെന്റൻസുകളെയും ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച ആ നിയമങ്ങളിൽ നിന്നും ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന 4 ടൈപ്പ് സെന്റൻസുകളുണ്ട്. ഇതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ആദ്യത്തെ ടൈപ്പ് നോക്കൂ, ഹി പ്ലേഡ് ഫുട്ബോൾ. ഈ സെന്റൻസ് കണ്ടാൽ അറിയാം ഇതിൽ നേരിട്ട് ഒരു ഓക്സിലറി വെർബ് കൊടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നതാ? ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞതല്ലേ. ആ പറഞ്ഞിരിക്കുന്ന ഓക്സിലറി വെർബ് ഈ സെന്റൻസിൽ എവിടെയും നേരിട്ട് കൊടുത്തിട്ടില്ല. നോക്കൂ, ഹി പ്ലേഡ് ഫുട്ബോളിൽ എവിടെയും ഈസോ വാസോ ഹാസോ ഒന്നും നിങ്ങൾ കാണാൻ കഴിയില്ല, നേരിട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓക്സിലറി വെർബ് നേരിട്ട് കൊടുക്കാത്ത ഒരു സെന്റൻസ് ആണ്, ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാ ഇങ്ങനെയുള്ളൊരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത് എങ്കിൽ ഉറപ്പിക്കാം ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. ഈ 3ൽ ഏതെങ്കിലും ഒന്നായിരിക്കും കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബ് എന്ന്. ഡു, ഡസ്, ഡിഡ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓക്സിലറി വെർബ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. എപ്പോൾ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബ് നേരിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പിക്കാം ഡുവോ, ഡസോ, ഡിഡോ ആയിരിക്കും അതിലുള്ളത് എന്ന്. ഈ 3ൽ ഏതാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നേരെ നോക്കേണ്ടത് മെയിൻ വെർബ് ഏതാണെന്നാണ്. നോക്കൂ, മെയിൻ വെർബ് ഏതാണ്? പ്ലേഡ്. ഏതാണ് മെയിൻ വെർബ്? പ്ലേഡ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു വെർബ് നോർമൽ V1 ഫോമിലാണെന്ന് കരുതുക. അപ്പോൾ ഉദാഹരണത്തിന്
വിസിറ്റ്സ്. ഇത് വിസിറ്റ് നോർമൽ V1 ഫോമിലാണ് അല്ലേ? വിസിറ്റ്സ് അല്ല, വിസിറ്റ് എന്നുള്ളത് നോർമൽ V1 ഫോമിലാണ്. അതിലുണ്ടാവുന്ന ഓക്സിലറി വെർബ് ഡു ആയിരിക്കും. കാരണം വിസിറ്റ് പ്ലസ് ഡു ആണ് വിസിറ്റ് തന്നെ സ്പ്ലിറ്റ് ചെയ്താൽ വിസിറ്റ് പ്ലസ് ഡു എന്നാണ്. അതേസമയം രണ്ടാമത് വിസിറ്റ്സ് എന്നാണ് കൊടുത്തതെങ്കിൽ, അതായത് എസ് ഫോമിലാണ് അവസാനിക്കുന്നതെങ്കിൽ, വെർബ് എസ് ഫോമിലാണ് അവസാനിക്കുന്നത് എങ്കിൽ അതിലുണ്ടാവുക ഡസ് ആയിരിക്കും. കാരണം വിസിറ്റിനോട് ഡസ് ചേർന്നാലാണ് വിസിറ്റ്സ് ഉണ്ടാവുന്നത്. വിസിറ്റിനോട് ഡസ് ചേർന്നാലാണ് വിസിറ്റ്സ് ഉണ്ടാവുന്നത്. ഇനി ഒരു വെർബ് V2, അതായത് പാസ്റ്റ് ടെൻസിലാണ്. അതായത് വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ, V2 അല്ലേ, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിലുണ്ടാവുക ഡിഡും ആയിരിക്കും. സോ വളരെ സിമ്പിൾ ആണ്. ഒരു വെർബ് അതിന്റെ ബേസ് ഫോം ഞാൻ പറയുന്നില്ല, അതിന്റെ V1 ഫോമിൽ, അതിന്റെ സാധാരണ V1 ഫോമിലാണ് എങ്കിൽ അതിൽ ഡു ഉണ്ടാവും. ലൈക്ക്, ഇഷ്ടപ്പെടുക അർത്ഥം വരുന്നത് ലൈക്ക് എന്നുള്ള വേർഡ് മാത്രമാണെങ്കിൽ അതിൽ ഡു ആണ് ഉണ്ടാവുക. എസ് ഫോമിലാണ് എങ്കിൽ, ലൈക്സ് എന്നാണെങ്കിൽ അതിലുണ്ടാവുക ഡസ് ആണ്. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അവസാനം എസ് ഉണ്ടാവും. ഇനി ആ അതിന്റെ പാസ്റ്റിലാണ്, V2 ലൈക്ഡ് എന്നൊക്കെ ആണെങ്കിൽ അതിലുണ്ടാവുക ഡിഡ് ആണ്. അതിലുണ്ടാവുക ഡിഡും ആയിരിക്കും. ആ ഒരു നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഗോ അതിലുണ്ടാവുക ഡു ആണ്. ഗോസ് അതിലുണ്ടാവുക ഡസ് ആണ്. വെന്റ് എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റ് ആണ്, V2 ആണ്, അതിലുണ്ടാവുക ഡിഡ് ആണ്. സോ ഈ രീതിയിൽ വേണം നമ്മൾ ഓക്സിലറി വെർബ് നേരിട്ട് കൊടുക്കാത്തൊരു സെന്റൻസിലെ ഓക്സിലറി ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ. നോക്കൂ, ഇവിടെ പ്ലേഡ് ആണ്. പ്ലേഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്, അഥവാ V2 ആണ്. അതിലുണ്ടാവുക ഏതായിരിക്കും? ഡിഡ് അല്ലേ? V2 ആണ്, അതുകൊണ്ട് ഡിഡ്. പ്ലേ പ്ലസ് ഡിഡ് ആണ് പ്ലേഡ്. ഓക്കെ, ഇനി രണ്ടാം സ്റ്റെപ്പ് മാറ്റമൊന്നുമില്ല. സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കാം. ഈ സെന്റൻസ് ഹി പ്ലേഡ് ഫുട്ബോൾ പോസിറ്റീവ് ആണ്, അപ്പോൾ ടാഗ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഡിഡിന്റെ സബ്ജക്റ്റ് ഏതാണ്? ഹി. ഡിഡിന്റെ ഹി. ഓക്കെ, ഡിഡിന്റെ ഹി കിട്ടിയല്ലോ. ഓക്സിലറി നേരിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ ഡുവോ ഡസോ ഡിഡോ ആയിരിക്കും ഉണ്ടാവുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ മെയിൻ വെർബ് നോക്കുക, ഡുവും ഡസും ഡിഡും കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞു. രണ്ടാമത് പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഈ സെന്റൻസ് ഒരു നോർമൽ സെന്റൻസിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇത് റിക്വസ്റ്റ് ആണ് അല്ലേ? പ്ലീസ് ഓപ്പൺ ദ ഡോർ തുറക്കാമോ? റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ. ഇപ്പോൾ ഗെറ്റ് ഔട്ട്, ടേക്ക് യുവർ ബുക്ക്, പ്ലീസ് സ്റ്റേ ഔട്ട്സൈഡ്, ഇങ്ങനെയുള്ള ഒരു കമാൻഡോ, ഒരു റിക്വസ്റ്റോ, ഒരു നിർദ്ദേശമോ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഈ നിയമങ്ങളൊന്നും നോക്കേണ്ടതില്ല. ശ്രദ്ധിച്ച് കേൾക്കുക, ഈ നിയമങ്ങളൊന്നും നോക്കേണ്ടതില്ല. റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ എന്നൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കേണ്ട മക്കളെ. നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ വിൽ യു എന്ന് നിങ്ങൾക്ക് ടാഗായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വോണ്ട് യു. വോണ്ട് യു എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് യു എന്നാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പോസിറ്റീവ് നോക്കണ്ട, നെഗറ്റീവ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഒരു റിക്വസ്റ്റോ കമാൻഡോ ഓർഡറോ ആണ് കൊടുത്തതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വിൽ യു എന്ന ടാഗ് പറയാം, അല്ലെങ്കിൽ വോണ്ട് യു എന്ന ടാഗ് പറയാം. ഒരു നിയമവും ഒരു ഓക്സിലറി വെർബും ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്സിലറി നിങ്ങൾ നോക്കണ്ട, പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. റിക്വസ്റ്റ് കമാൻഡ് ഓർഡർ ആണെങ്കിൽ ഒന്നുകിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്ന് ഉപയോഗിക്കുക. സോ ഇവിടെ വിൽ യു, ഞാനത് വിൽ യു എഴുതി. അവിടെ ഞാൻ വോണ്ട് യു എഴുതിയാലും ഉത്തരം ശരിയാണ്. സോ രണ്ടാമത്തെ ടൈപ്പ് കേസും കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് ഐ ആം പ്ലേയിങ്. ഇത് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ പഠിച്ച അതേ റൂള് തന്നെയാണ്. ഐ ആം പ്ലേയിങ്, ഇതിൽ ഓക്സിലറി വെർബ് ഏതാണ്? ആമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഐ ആം പ്ലേയിങ്, ആം എന്ന ഓക്സിലറി വെർബ് പോസിറ്റീവ് സെന്റൻസിലാണ് ഉപയോഗിച്ചതെങ്കിൽ, ഐ ആം പ്ലേയിങ് എന്നല്ലേ? ഐ ആം പ്ലേയിങ്, ഈ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസിലാണ് ഉപയോഗിച്ചത് എങ്കിൽ ആർ ഇൻഡ് ഐ എന്താണ്? R/I എന്ന് വേണം നമ്മൾ എഴുതാൻ. എന്താണ് എഴുതേണ്ടത്? R/I എന്ന് വേണം നമ്മൾ എഴുതാൻ. ആമ എന്നല്ല, R/I. ആമിൻ്റെ ഐ എന്ന് ഒരിക്കലും ഇങ്ങനെ ആമിൻ്റെ ഐ എന്ന് ഒരു കാരണവശാലും നമ്മൾ എഴുതാൻ പാടില്ല. പകരം R/I എന്ന് വേണം. എന്നാൽ ഐ ആം നോട്ട് പ്ലേയിങ് എന്നാണെങ്കിലോ അവിടെ നമുക്ക് എന്ത് എഴുതാം? ആം ഐ എന്ന് എഴുതാം. നെഗറ്റീവ് സെന്റൻസിലാണ് ആം വന്നെങ്കിൽ അവിടെ നമുക്ക് എന്ത് എഴുതാം? ആം ഐ എന്ന് തന്നെ എഴുതാം. അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. ഓക്കെ, സോ മൂന്നാമത്തെ റൂൾ ഇതാണ്. ആം ഒരു പോസിറ്റീവ് സെന്റൻസിൽ വന്നാൽ R/I എന്ന് വേണം എഴുതാൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ലെറ്റ്സ് ഗോ. ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ഏതൊരു സെന്റൻസിന്റെയും ടാഗ് ഷാൾ വി ആയിരിക്കും. ലെറ്റ്സ് വെച്ച് തുടങ്ങുന്ന ഏതൊരു സെന്റൻസിന്റെയും ടാഗ് ഷാൾ വി ആയിരിക്കും. ഏതാണ്? ഷാൾ വി. ലെറ്റ്സ് വെച്ച് തുടങ്ങുന്ന ഏതൊരു സെന്റൻസിന്റെയും ടാഗ് ഷാൾ വി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വൃത്തിയായിട്ട്, വളരെ കൃത്യമായിട്ട് ഏത് പഠിക്കുന്നു? ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഇഫ് ക്ലോസ് ആണ്. എന്താണ് ഇഫ് ക്ലോസിന്റെ നിയമങ്ങളെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇഫ് ക്ലോസ് ആണ്. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസിന്റെ ചോദ്യം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എവിടെയാണ് വന്നിരിക്കുന്നത്, ഇഫ് ക്ലോസിന്റെ ചോദ്യമാണോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് ആരംഭിക്കും, പകുതിയെ കൊടുത്തിട്ടുണ്ടാവും, ബാക്കി പകുതി നമ്മൾ ഫില്ല് ചെയ്യണം. ഇഫ് വെച്ചിട്ടാണ് ആ സെന്റൻസ് ആരംഭിക്കുക, പകുതി കൊടുക്കും, ബാക്കി പകുതി നമ്മൾ ഫില്ല് ചെയ്യണം. ഇതാണ് ഇഫ് ക്ലോസിന്റെ ചോദ്യം. ഇഫ് ക്ലോസിന്റെ അല്ലെങ്കിൽ ഇഫ് എന്നുള്ള വേർഡിന്റെ മീനിങ് എങ്കിൽ എന്നാണ്. നമ്മളൊരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുക. അതുകൊണ്ട് ഇതിനെ കണ്ടീഷണൽ ക്ലോസുകൾ എന്നും വിളിക്കാറുണ്ട്. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ്. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചാൽ അല്ലേ. അപ്പോൾ ബാക്കി എന്താണ് എന്ന് നമ്മൾ എഴുതണം. ഇഫ് ക്ലോസിന്റെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 ടൈപ്പിലാണ് ഇഫ് ക്ലോസിന്റെ ചോദ്യം വരിക. 3 ടൈപ്പിൽ. ഇത് ഒന്നാമത്തെ ടൈപ്പാണ്, ഇത് രണ്ടാമത്തെ ടൈപ്പാണ്, ഇത് മൂന്നാമത്തെ ടൈപ്പാണ്. ഈ 3 ടൈപ്പിലാണ് ഇഫ് ക്ലോസിന്റെ ചോദ്യം വരിക. എന്താണ് ഈ 3 ടൈപ്പ്, എന്താണ് ഈ 3 സെന്റൻസ് നമ്മൾ വ്യത്യാസം നോക്കൂ. ഇഫ് യു സ്റ്റഡി വെൽ, ഇവിടെ സ്റ്റഡി V1 പ്രസന്റ് ടെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പിൽ ഇഫ് യു സ്റ്റഡീഡ് വെൽ, നോക്കൂ V2 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റഡീഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്, സ്റ്റഡീഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. മൂന്നാമത്തെ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, ഹാഡും അത് കഴിഞ്ഞിട്ട് V3യും കൊടുത്തിരിക്കുന്നു. അതായത് ഈ 3 രൂപത്തിലാണ് ഇഫ് ക്ലോസിന്റെ ചോദ്യം വരിക. അതായത് ഇഫ് ക്ലോസിൽ നിങ്ങൾ തരുന്ന ആ സെന്റൻസിന്റെ ഇഫ് ക്ലോസിന്റെ ആ പാർട്ടിലെ മെയിൻ വെർബ് ഒന്നുകിൽ V1 ആയിരിക്കും, അല്ലെങ്കിൽ V2 ആയിരിക്കും, അതുമല്ലെങ്കിൽ ഹാഡ് കഴിഞ്ഞ് V3യും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ 3 ടൈപ്പിൽ മാത്രമേ ഇഫ് ക്ലോസിന്റെ ചോദ്യം വരൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ക്ലോസിൻ്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആദ്യത്തെ ഭാഗത്തിൻ്റെ ഈ പാർട്ടിൻ്റെ മീനിങ്ങിനോട് ചേരുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ഇപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചാൽ, നീ നന്നായിട്ട് പഠിച്ചാൽ എന്ത് നമ്മളിവിടെ എഴുതണ്ടേ? നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് ഫുൾ A+ കിട്ടും, നീ പാസ്സാവും എന്നല്ലേ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിനോട് ചേരുന്ന ഒരു കാര്യമേ ഇവിടെ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. അതല്ലാതെ ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചാൽ നീ തോറ്റുപോകും, അല്ലെങ്കിൽ പെട്രോളിന് വില കുറയും, നീ നന്നായിട്ട് പഠിച്ചാൽ പെട്രോളിന് വില കുറയും, അങ്ങനെ നമ്മൾ പറയോ? ഇല്ല. അപ്പോൾ ഇതിനോട് ചേരുന്നത് ഇവിടെ എഴുതാവും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ബാക്കി ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ വളരെ കൃത്യമായ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടുണ്ടാവണം. വളരെ കൃത്യമായ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടുണ്ടാവണം. എങ്ങനെയാണ് ആ ഓക്സിലറി ഉപയോഗിക്കുക, ഇതും കൂടി മനസ്സിലായി കഴിഞ്ഞാൽ ഇഫ് ക്ലോസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു എന്ന് അർത്ഥം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇഫ് ക്ലോസിൻ്റെ ചോദ്യം 3 ടൈപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒന്നിൽ V1 ആയിരിക്കും മെയിൻ വെർബ്, രണ്ടാമത്തേലെ മെയിൻ വെർബ് V2 ആയിരിക്കും, മൂന്നാമത്തേലെ മെയിൻ വെർബ് ഹാഡ് പ്ലസ് V3 ആയിരിക്കും. നിങ്ങൾക്ക് ഇഫ് ക്ലോസിൻ്റെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടം ആദ്യം പോകേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ടം ആദ്യം പോകേണ്ടത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആ പാർട്ടിലെ മെയിൻ വെർബ് ഏതാണെന്നാണ്. ഇവിടെ നോക്കുമ്പോൾ നേരെ നിങ്ങളുടെ നോട്ടം പോകുന്നു സ്റ്റഡി, V1 ആണ് അല്ലേ. സ്റ്റഡി അത് V1 ആണോ V2 ആണോ V3 ആണോ നോക്കണം. നിങ്ങൾക്ക് കിട്ടിയ സെൻറ്റൻസിലെ മെയിൻ വെർബ് V1 ആണോ V2 ആണോ V3 ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ V1 ആണെങ്കിൽ എന്ത് ചെയ്യണം, V2 ആണ് എന്ത് ചെയ്യണം, V3 എന്താണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഇഫ് ക്ലോസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ ആദ്യത്തെ സെൻറ്റൻസ് എടുക്കാം, ഇഫ് യു സ്റ്റഡി വെൽ. അതിലെ മെയിൻ വെർബ് സ്റ്റഡി ആണ്, അത് V1 ആണ്, അത് പ്രസന്റ് ടെൻസിലാണ് അല്ലേ. പ്രസന്റ് ടെൻസിലാണ് എങ്കിൽ ഒരു പണിയുമില്ല. നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് ഫുൾ A+ കിട്ടും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിനക്ക് ഫുൾ A+ കിട്ടും. അപ്പോൾ നമ്മൾ യു എഴുതി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, മെയിൻ വെർബ്, അതായത് ഇഫ് ക്ലോസിലെ മെയിൻ വെർബ് V1 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന ഓക്സിലറി വെർബ് വില്ലാണ്. ഏതാണ്? വിൽ. യു വിൽ. വില്ലിന് പകരം ക്യാൻ, ഷാൾ, മെയ്. ഏതൊക്കെയാ? ക്യാൻ, ഷാൾ, മെയ്. ഈ 3 ഓക്സിലറി വെർബുകളിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വില്ലിന് പകരം ക്യാൻ, ഷാൾ, മെയ്. ഈ 3ൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ നോക്കൂ, ഇഫ് യു സ്റ്റഡി വെൽ, ഇവിടെ സ്റ്റഡി എന്നുള്ളത് V1 ആയതുകൊണ്ട് നമ്മളിവിടെ വിൽ ഉപയോഗിച്ചു. യു വിൽന്നോ യു ക്യാന്നോ യു ഷാൾന്നോ യു മെയ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ തൽക്കാലം ഇവിടെ വിൽ ഉപയോഗിച്ചു. അതെന്തുകൊണ്ടാണ് വിൽ ഉപയോഗിച്ചത്? V1 ആയതുകൊണ്ടാണ് കേട്ടോ. സ്റ്റഡി എന്നുള്ളത് V1 ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കിട്ടും, നിനക്ക് ഫുൾ A+ കിട്ടും എന്നർത്ഥം വരുന്ന വെർബ് ഏതാ? ഗെറ്റ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. വില്ലിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ബേസ് ഫോമിലായിരിക്കണം. വില്ലിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന വെർബ്, ഓക്സിലറി വെർബ് അല്ല മക്കളെ, വില്ലിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന
മെയിൻ വെർബ് ബേസ് ഫോമിലായിരിക്കണം. വില്ലിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൻ വെർബ് ബേസ് ഫോമിലായിരിക്കണം. എന്താണ് ഒരു വെർബിന്റെ ബേസ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേയിങ് എന്നൊരു വേർഡ് എടുക്കുക. അതിന്റെ ബേസ് വേർഡ് ഏതാ? പ്ലേ എന്നല്ലേ. പ്ലേ എന്നുള്ള വേർഡ് നിന്നല്ലേ പ്ലേയിങ് ഉണ്ടായത്. വിസിറ്റഡ് എന്നുള്ള വേർഡ് എടുക്കുക. അതിന്റെ ബേസ് ഫോം ഏതാ? വിസിറ്റ്. ആ വിസിറ്റിൽ നിന്നല്ലേ വിസിറ്റഡ് ഉണ്ടായത്. ഈ രീതിയിൽ ഏതൊരു വെർബിന്റെയും ബേസ് ഫോം ഉണ്ട്. ആ ബേസ് ഫോമാണ് വിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും യു വിൽ ഗെറ്റിംഗ് നോ, യു വിൽ ഗോട്ട് നോ, യു വിൽ ഗെറ്റ്സ് നോ എഴുതാൻ പാടില്ല. യു വിൽ ഗെറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? ഫുൾ എ പ്ലസ്. നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും. നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മെയിൻ വെർബ് നോക്കുക. മെയിൻ വെർബ് V1 ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? വില്ല്, ഷാള്, ക്യാൻ, മൈ ഇതിലൊന്ന് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് വരുന്ന വെർബിന്റെ ബേസ് ഫോം എഴുതുക. ഓക്കെ, അത്രയുള്ള പരിപാടി. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. രണ്ടാമത്തെ ടൈപ്പിലെ മെയിൻ വെർബ് V2 അല്ലേ? V2 എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ആണ്. രണ്ടാമത്തെ സെന്റൻസിലെ മെയിൻ വെർബ് പാസ്റ്റ് അഥവാ V2 ആണ്. V2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ. V2 ആണെങ്കിൽ ഇതേ നിയമമാണ്, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മൾ യു തന്നെ ഇവിടെ എഴുതുന്നു. V1 ആയപ്പോൾ നമ്മൾ വില്ല് ഉപയോഗിച്ചു എങ്കിൽ V2 ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വുഡാ. V1 നമ്മൾ ഇവിടെ വില്ല് ഉപയോഗിച്ചു എങ്കിൽ ഇവിടെ V2 ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് വുഡാണ്. വില്ലല്ല, വുഡാണ്. വുഡിന് പകരം ഷുഡ്, കുഡ്, മൈറ്റ് ഉപയോഗിക്കാം. വുഡിന് പകരം ഷുഡ്, കുഡ്, മൈറ്റ് ഉപയോഗിക്കാം. യു വുഡ്. V2 ആണെങ്കിൽ വുഡ്, V1 ആണെങ്കിൽ വിൽ. അതിനുശേഷം വരുന്ന വേർബ് അതിന്റെ ബേസ് ഫോമിലായിരിക്കണം. അതിനുശേഷം വരുന്ന വേർബ് അതിന്റെ ബേസ് ഫോമിലായിരിക്കണം. യു വുഡ് ഗെറ്റ്. യു വുഡ് ഗെറ്റ് എന്ന് കിട്ടി. യു വുഡ് ഗെറ്റ് ഫുൾ എ പ്ലസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലേക്ക് നോക്കാം. ഇഫ് യു ഹാഡ് സ്റ്റഡിഡ് വെൽ. ഹാഡ് പ്ലസ് V3. ഹാഡ് വന്നു, അത് കഴിഞ്ഞിട്ടൊരു വേർബ് വന്നു. ആ വേർബ് ഇത് ഫോമിലാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഹാഡ് കഴിഞ്ഞാണ് വേർബ് വരുന്നതെങ്കിൽ അത് V3യിലായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ എങ്ങനെ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യത ഈ ടൈപ്പ് ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇഫ് യു ഹാഡ് സ്റ്റഡിഡ്. ഇപ്പം നമ്മുടെ നേരെ നോട്ടം ഇങ്ങോട്ട് പോയി. ഹാഡ് ഉണ്ട്, V3 ഉണ്ട്. ഹാഡ് ഉണ്ട്, അത് കഴിഞ്ഞ് V3 ഉണ്ട്. അത് കഴിഞ്ഞ് V3 ഉണ്ടെങ്കിൽ പതിവ് പോലെ നമ്മൾ ആദ്യം യു എന്ന് എഴുതി. ഇവിടെ യു ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതി? യു ആയതുകൊണ്ടല്ല, നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നല്ലേ, അതുകൊണ്ട് തന്നെ യു എന്ന് എഴുതി. ഇനി നമുക്ക് ഹാഡ് പ്ലസ് V3 ആണ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വുഡ് ഹാവ് ഉപയോഗിക്കാം. ഏതാ ഉപയോഗിക്കുക? വുഡ് ഹാവ്. ഏതാ ഉപയോഗിക്കേണ്ടത്? വുഡ് ഹാവ്. അപ്പോൾ V1 വില്ല്, V2 വുഡ്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവ്. വുഡ് ഹാവ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇത്രയും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊരു വേർബ് ഉപയോഗിക്കണ്ടേ? നമ്മളിവിടെ ഗെറ്റ് ഉപയോഗിച്ചു, ഇവിടെയും ഗെറ്റ് ഉപയോഗിച്ചു. അത് രണ്ട് വേർബിന്റെ ബേസ് ഫോം അല്ലേ? പക്ഷേ ഹാഡ് പ്ലസ് V3 വരുന്നു ഇവിടെ. അതുകൊണ്ട് നമ്മൾ വുഡ് ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വുഡ് ഹാവ് കഴിഞ്ഞ് വരുന്ന വേർബ് അതിന്റെ തേർഡ് ഫോമിലായിരിക്കണം. സോ യു വുഡ് ഹാവ് ഗോട്ട്. ഒരിക്കലും യു വുഡ് ഹാവ് ഗെറ്റ് എന്നല്ല എഴുതുക, ഗോട്ട്. ഇവിടെ മാത്രം ഈ മൂന്നാമത്തെ ടൈപ്പിൽ മാത്രം ഹാഡും V3യും വരുന്ന ഈ മൂന്നാമത്തെ ടൈപ്പിൽ വുഡ് ഹാവിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഗോട്ട് ഉപയോഗിക്കണം. അതായത് വേർബിന്റെ തേർഡ് ഫോം. വേർബിന്റെ തേർഡ് ഫോം ഇവിടെ മാത്രം. ബാക്കി രണ്ടിലും നമ്മൾ ബേസ് ഫോം ആണ് ഗെറ്റ്, ഗെറ്റ്. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ വേർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കണം, ഗോട്ട്. യു വുഡ് ഹാവ് ഗോട്ട് ഫുൾ എ പ്ലസ്. യു വുഡ് ഹാവ് ഗോട്ട് ഫുൾ എ പ്ലസ് എന്ന് വേണം നമ്മൾ എഴുതാൻ. സോ ഇത്രയേ ഉള്ളൂ. മെയിൻ വെർബ് V1 ആണെങ്കിൽ ഇവിടെ വില്ല്, അത് കഴിഞ്ഞ് വെർബിന്റെ ബേസ് ഫോം. വില്ലിന് പകരം ക്യാൻ, ഷാൾ, മേ ഉപയോഗിക്കാം. മെയിൻ വെർബ് V2 ആണെങ്കിൽ, അതായത് പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ വുഡ് ഉപയോഗിക്കാം. അതിന് പകരം ഷുഡ്, കുഡ്, മൈറ്റ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വരുന്ന വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുക. ഇവിടെ ഹാഡ് പ്ലസ് V3, ഹാഡ് സ്റ്റഡി എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ് വുഡ് ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഏതാ ഉപയോഗിക്കേണ്ടത്? വുഡ് ഹാവ്. അത് കഴിഞ്ഞ് വരുന്ന വെർബിന്റെ തേർഡ് ഫോം എഴുതണം, ഗോട്ട്. ഗെറ്റ് എന്നല്ല, ഗോട്ട്. തേർഡ് ഫോം ആയിട്ടുള്ള ഗോട്ട് നിങ്ങൾ എഴുതണം. യു വുഡ് ഹാവ് ഗോട്ട് ഫുൾ എ പ്ലസ്. ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഫ് ക്ലോസിന്റെ റൂൾസ് പഠിക്കാൻ. ഇനി ഇഫ് ക്ലോസിന്റെ കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ തരാം. അതേപോലെ ക്വസ്റ്റ്യൻ ടാഗിന്റെ വീഡിയോ ഞാൻ വേറെ തരാം. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഹാഡ് ബെറ്ററും വുഡ് യു മൈൻഡുമാണ്. നോക്കാം. നോക്കൂ, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മറ്റൊന്നാണ് ഹാഡ് ബെറ്റർ. വളരെ സിമ്പിളാണ് ഹാഡ് ബെറ്ററിന്റെ ചോദ്യം കണ്ടുപിടിക്കാൻ. യു എന്ന് കഴിഞ്ഞ് ഹാഡ് ബെറ്റർ കൊടുത്തിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ അല്ലെങ്കിൽ ഹാഡ് ബെറ്റർ എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നേരെ ഒരു ഡാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ഉണ്ടാവും. ആ ബ്ലാങ്ക് നമ്മൾ ഫില്ല് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്തിനാണ് ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്? നമുക്കൊരു സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു അഡ്വൈസ് കൊടുക്കാൻ, ഒരു സജഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നല്ല മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. വീട്ടിൽ നിന്ന് അമ്മ പറയില്ലേ, എടാ കുട എടുക്കുന്നത്
നല്ലതെന്ന് ഈ രീതിയിൽ സജഷൻസ് കൊടുക്കാൻ, അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക. സോ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് സജഷൻസ് കൊടുക്കാനും അഡ്വൈസ് കൊടുക്കാനും ഒക്കെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഹാഡ് ബെറ്റർ വളരെ സിമ്പിളാണ്. അതിന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഹാഡ് ബെറ്റർ കഴിഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ ടു ഉപയോഗിക്കാൻ പാടില്ല. പറയുമ്പോൾ യു ഹാഡ് ബെറ്റർ ടു ഗോ ദർ എന്നൊക്കെ പറയാൻ തോന്നും, പാടില്ല. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹാഡ് ബെറ്റർ കഴിഞ്ഞ ഉടനെ ഒരു കാരണവശാലും ടു ഉപയോഗിക്കരുത്. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ടു ഉപയോഗിക്കരുത്. 2, ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു വേർബാണ്. തൊട്ടടുത്തായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വേർബാണ്. ആ വേർബ് അതിൻ്റെ ബേസ് ഫോമിലായിരിക്കണം, ഇൻഫിനിറ്റീവ് ഫോമിൽ, അതിൻ്റെ ബേസ് ഫോമിലായിരിക്കണം എഴുതേണ്ടത്. ഇപ്പം കൂടെ എടുക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല. You had better take an umbrella. ഈ രീതിയിൽ ഹാഡ് ബെറ്റർ കഴിഞ്ഞ ഉടനെ ഒരു വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ടു ഉപയോഗിക്കരുത്. നേരെ ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ഒരു വേർബ് ഉപയോഗിക്കുക. ആ വേർബ് അതിൻ്റെ ബേസ് ഫോമിലായിരിക്കണം. എന്താണ് വേർബിൻ്റെ ബേസ് ഫോം? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും നിങ്ങൾ യു ഹാഡ് ബെറ്റർ ടുക്ക് ആൻ അംബ്രല്ല എന്നോ ടേക്കിംഗ് ആൻ അംബ്രല്ല എന്നോ ടേക്സ് ആൻ അംബ്രല്ല എന്നൊന്നും എഴുതാൻ പാടില്ല. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ വേർബിൻ്റെ ബേസ് ഫോം. ഇപ്പം നിങ്ങളോട് നന്നായിട്ട് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നീ വളരെ പതിയെ വണ്ടി ഓടിക്കുന്നതാണ് നല്ലത്. ഒരാൾ, നിങ്ങളുടെ ഫ്രണ്ട് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അയാളോട് എങ്ങനെ പറയാം? യു ഹാഡ് ബെറ്റർ ഡ്രൈവ് സ്ലോലി. നീ പതിയെ വണ്ടി ഓടിക്കുന്നതാണ് നല്ലത്. കാരണം ഹാഡ് ബെറ്റർ കഴിഞ്ഞ് നമ്മൾ ഡ്രൈവ് എന്ന വെബ് ഉപയോഗിച്ചു. ആ ഡ്രൈവ് അതിൻ്റെ ബേസ് ഫോമിലാണ്. അവിടെ നമ്മൾ ഡ്രൈവിംഗ് എന്നോ ഡ്രൈവ്സ് എന്നോ ഡ്രോവ് എന്നോ ഒന്നും പറയാൻ പാടില്ല. യു ഹാഡ് ബെറ്റർ ഡ്രൈവ് സ്ലോലി. സോ ഹാഡ് ബെറ്റർ ചോദ്യം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്ത് ഒരു വെബ് ഉപയോഗിക്കുക. ആ വെബ് അതിൻ്റെ ഏറ്റവും ബേസ് ഫോമിൽ ആയിരിക്കണം എന്ന് മാത്രമാണ് ഇതിൻ്റെ നിയമമുള്ളത്. ടു ഉപയോഗിക്കാനും പാടില്ല. ഇത്രയേ ഉള്ളൂ ഹാഡ് ബെറ്റർ. ഇനി നമുക്ക് വുഡ് യു മൈൻഡും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള പാട്ടിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വുഡ് യു മൈൻഡ് ആണ്. ഇതെപ്പോഴും ആവർത്തി വരുന്ന ചോദ്യമൊന്നുമല്ല, പക്ഷേ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഇത് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. വുഡ് യു മൈൻഡ് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകളും മറ്റുമൊക്കെയാണ്. പൊളൈറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാനൊക്കെയാണ് നമ്മൾ വുഡ് യു മൈൻഡ് ഉപയോഗിക്കുക. അപ്പോൾ വുഡ് യു മൈൻഡ് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ആ വാതിലൊന്ന് തുറക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ ബുക്കൊന്ന് എടുത്തോട്ടെ. അങ്ങനെ വളരെ പൊളൈറ്റായിട്ടൊരു കാര്യം ചോദിക്കാനും മറ്റുമൊക്കെയാണ് നമ്മൾ വുഡ് യു മൈൻഡ് യൂസ് ചെയ്യുക. വുഡ് യു മൈൻഡ് 2 രൂപത്തിലുണ്ട്. ഒന്ന്, വുഡ് യു മൈൻഡ് മാത്രം കൊടുത്ത ശേഷം ഡാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് കൊടുത്ത് ഡാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 2 രൂപത്തിലും ഈ ചോദ്യം വരാം. വുഡ് യു മൈൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ഒന്നുമില്ല, വേർബിൻ്റെ കൂടെ ING ഫോം ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ. വെർബിന്റെ കൂടെ ING ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ? ഒന്നുമില്ല, വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വെർബിന്റെ കൂടെ ING ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ. വുഡ് യു മൈൻഡ് ഡ്രൈവിംഗ് ഫാസ്റ്റ്? വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വുഡ് യു മൈൻഡ് ഡ്രൈവിംഗ് ഫാസ്റ്റ്? അതായത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വെർബിൻ്റെ കൂടെ ING ഫോം ചേർക്കുക, ബാക്കി കാര്യങ്ങൾ എഴുതുക. അത്ര മാത്രമേ ഉള്ളൂ. വുഡ് യു മൈൻഡ് മാത്രമാണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് ഉടനെ വെർബിൻ്റെ ING ചേർത്തുള്ള രൂപം എഴുതുക, ബാക്കിയും ചേർക്കുക. ഇനി വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺഡ് ദ ഡോർ? അതായത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് ആദ്യം എഴുതുക, അത് കഴിഞ്ഞ് V2 എഴുതുക, ബാക്കി ഒബ്ജക്റ്റും എഴുതുക. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. വുഡ് യു മൈൻഡ് മാത്രമേ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വുഡ് യു മൈൻഡ് കൊടുത്തിട്ട് ഇഫും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് കഴിഞ്ഞ് V2ഉം ഒബ്ജക്റ്റും വേണം എഴുതാൻ. ഈ രീതിയിൽ വേണം നിങ്ങൾ വുഡ് യു മൈൻഡിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. വളരെ സിമ്പിളാണ്, ഒന്നും പഠിക്കാനില്ല. വുഡ് യു മൈൻഡ് മാത്രമേ ഉള്ളെങ്കിൽ വെർബിൻ്റെ കൂടെ ING ചേർത്തിട്ട് എഴുതുക. വുഡ് യു മൈൻഡ് ഇഫ് എന്ന് ചോദ്യത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിൻ്റെ V2 ഫോമും ബാക്കിയും എഴുതുക. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺഡ് ദ ഡോർ? ഈ രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മിക്കവാറും ഈ രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ING ചേർത്തിട്ട് എഴുതാനുള്ള, വെർബിൻ്റെ ING ചേർത്തിട്ട് എഴുതാനുള്ള രൂപം. ഓക്കെ, സോ ഇതാണ് വുഡ് യു മൈൻഡ്. ഇനി ഏറ്റവും അവസാനമായിട്ട് പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളതിൽ പഠിക്കാനുണ്ട്. ഒരു ആൻസറിൽ നിന്നും, അത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്,
ഒരു ആൻസർ കൊടുത്തിട്ട് അതിൻ്റെ ചോദ്യം ഉണ്ടാക്കുക, ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു yes or no ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് ആ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സ് എടുത്താൽ ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ മേക്കിങ്ങിൻ്റെ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചത് കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗത്ത് ഉറപ്പാണ്. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതുക, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.